വാർത്തയാണ്. മുൻ IPS ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിന് പിഴ ചുമത്തി സുപ്രീം കോടതി. തെറ്റായ വിവരം കോടതിയെ അറിയിച്ചതിന് 25,000 രൂപയാണ് പിഴ ചുമത്തിയത്. കോടതിയെ വിഡ്ഢിയാക്കാനാണോ ശ്രമം എന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം. അച്യുതൻ വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, എന്ത് രീതിയിലുള്ള തെറ്റിദ്ധാരണയാണ് കോടതിയിൽ നൽകുന്ന വിവരങ്ങളാണ് കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയത്? വിവരങ്ങൾ. ദില്ല, ഈ മുൻ DGP ജേക്കബ് തോമസിനെതിരായ ഡ്രഡ്ജർ അഴിമതി കേസിൽ കഴിഞ്ഞ തവണ ഈ അന്വേഷണത്തിനായി നെതർലാൻഡിൽ പോകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഭാഗമായി ഈ 2 ഉദ്യോഗസ്ഥരുടെ പേര് കൈമാറാൻ കേരള പോലീസിനോടും CBI ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിമർശനവും ഒപ്പം ഒരു പിഴ ചുമത്തുന്ന നടപടിയിലേക്ക് കോടതി കടന്നത്. അതായത് ഈ നെതർലാൻഡിലേക്ക് അന്വേഷണത്തിന് പോകാനുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും അപേക്ഷയും നൽകിയില്ലെന്നായിരുന്നു കേന്ദ്രം രാവിലെ കോടതിയിൽ അറിയിച്ചത്. എന്നാൽ അതിനുശേഷം അത് തിരുത്തുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ അപേക്ഷ ലഭിച്ചെന്നായിരുന്നു പിന്നീട് കേന്ദ്രത്തിന്റെ മറുപടി. ഇവിടെയാണ് സുപ്രീം കോടതി വിഡ്ഢിയാക്കാനാണോ ശ്രമിക്കുന്നതെന്ന വിമർശനത്തോടു കൂടി തന്നെ തെറ്റായ വിവരം കോടതി അറിയിച്ചതിന് 25,000 രൂപ പിഴ ചുമത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് 25,000 രൂപയാണ് ഇതിലിപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. ദില്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.